ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചീരപ്പേരി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ചീര ആദ്യം നന്നായിട്ട് കഴുകണം. നല്ല മണ്ണും ചളിയും ഉണ്ടാവും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക ആദ്യം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്നോ രണ്ടും പ്രാവശ്യമൊക്കെ കഴുകുക. നമുക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ നിറയെ മണ്ണുണ്ടായിരിക്കും. അപ്പം നന്നായിട്ട് കഴുകിയെടുത്ത ചീര നമുക്ക് ചെറുതാക്കിയിട്ട് നുറുക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ തണ്ടെല്ലാം വെട്ടിയെടുത്തിട്ട് തണ്ട് മാത്രമായിട്ട് ചെറുതാക്കി നുറുക്കിയെടുക്കണം. നമ്മൾ പൊതുവേ തണ്ടെല്ലാം നമ്മൾ വെട്ടിയിട്ട് വേസ്റ്റിൽ ഇടുക ചെയ്യാറ്. പക്ഷെ നമ്മൾ ഇതിൽ തണ്ടും ഇലയും കൂട്ടിയിട്ടാണ് ഉപ്പേരി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ തണ്ടിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും തണ്ട് മസ്റ്റായിട്ട് നുറുക്കി ഇതിലിടണം. തണ്ടൊക്കെ നന്നായിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് വേണം നുറുക്കിയെടുക്കാൻ. അപ്പോൾ തണ്ട് നല്ല വൃത്തിക്ക് നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇലയും കൂടെ ഇതുപോലെ നുറുക്കിയെടുക്കാം. അപ്പോൾ ഇല നമ്മൾ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് വേണം ഇല നുറുക്കിയെടുക്കാൻ. കാരണം നമ്മൾ അത്രയും ചെറുതാക്കുന്നതിനനുസരിച്ച് ടേസ്റ്റും വർദ്ധിക്കും. ഒരു 3-4 ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചിടാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളി കുറച്ച് ബ്രൗൺ കളറായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളത് അടച്ചു വയ്ക്കാം. വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ചീര കഴുകുമ്പോൾ തന്നെ ചീരയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ കൂടി ഇനി വെള്ളം കൂടി ഒഴിച്ചാൽ വെള്ളം ഏറിപ്പോവും. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ചീരയുടെ വേവാകുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് തുറന്നൊരു പരുവം. നമ്മൾ തുറന്നപ്പോൾ അതിൽ കുറച്ച് നാളികേരം ചിരകിയതും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീരപ്പേരി റെഡിയായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്